ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എന്താണ് പരിപാടി? എന്തരാവേ, നമുക്ക് ഇന്നൊരു പിടിയും കോഴി പിടിച്ചാലോ? ഓക്കെ, അപ്പം ഇന്ന് കോട്ടയം സ്റ്റൈൽ പിടിയും കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേണ്ട ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, പിന്നെ നമുക്ക് ഇച്ചിരി ജീരകം, ജീരകം ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ചതച്ചെടുക്കണം. ഓക്കെ, ഇതെല്ലാം നല്ല ഫൈനായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം വരും. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ഓക്കെ, ഇടയ്ക്ക് ഉപ്പ് വാങ്ങാം. ഉപ്പ് ശേഷം സെറ്റാണ്. ഇതേ അരിപ്പൊടി ഞാൻ വറുത്തില്ലായിരുന്നു, വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് തിളക്കട്ടെ. ഓക്കെ, അപ്പൊ ഫോൺ ഓഫായി പോകും, അതുകൊണ്ട് ഫോൺ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പൊന്നു ഗൈസ്, തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ടൊരു 2 സ്പൂൺ തേങ്ങ ചിരവിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കുക, ഓഫ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഇതിനകത്തോട്ട് ഒഴിക്കുക. ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ ഇതിന്റെ ചട്ടകത്തിന്റെ പിറകു വരെ എടുക്കണം. എന്നിട്ടേ ചൂടായിരിക്കും, അതുകൊണ്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചൂട് കൈകരുത്. ഇത് നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കണം. ഒന്ന് ആറിയതിന് ശേഷം നമുക്കിനി കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തവികൊണ്ട് ഇങ്ങനെ കുഴച്ച് എല്ലാം സെറ്റാക്കി എടുക്കുക, 4 ഭാഗവും. ഓക്കെ ഗൈസ്, നല്ല ചൂടുണ്ട്, കൈ തന്നെ ചുമന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ചൂടോടുകൂടി വേണം ഇത് കുഴച്ചെടുക്കാൻ, ചെറിയ ചൂടോടുകൂടി. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പം നമ്മൾ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ഉരുണ്ടയായിട്ട് പിടിച്ചെടുക്കണം. ഉണ്ട. ഓക്കെ, വേണ്ടോ, നെല്ലിക്ക വലുപ്പത്തി. കൈ ഒന്ന് കഴുകിയതാ. അതിസാഹസ്യമായിട്ട് ഉണ്ട പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ട എത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ നല്ലൊരു സാധനമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ചിക്കൻ കറി ഇതിനകത്ത് വയ്ക്കാം. സോറി ഗൈസ്, ഇത് മാറ്റട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ പാത്രം മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, പാത്രം ചൂടാകുമ്പോൾ നമ്മൾ മുമ്പ് ചതച്ച് വെച്ചില്ലായിരുന്നോ ആ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് ഉപ്പ് ഇട്ട് വെള്ളം വെച്ചത്, അതിൻ്റെ ബാക്കി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളക്കട്ടതേ. അതിൻ്റെ കൂടെ തന്നെ ഇത് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ. ഈ 2ാം പാലും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതെന്നാ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അരിപ്പൊടി ഒരു 2 സ്പൂൺ ഇതേണ്ട കലക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ അരിപ്പൊടി തന്നെയാണ് കേട്ടോ. അതും കൂടെ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളക്കട്ടെ. ഇതോ ഞാൻ തിളയ്ക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൂടാണ് ഗൈസ്, ചൂട്, അത്യുഗ്രമായ ചൂട്. രാത്രിയല്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, സമയം ഇതാണ്. അത് പ്രത്യേകം പറയാം, എൻ്റെ ഗാർഡനാണ്, കിച്ചൺ ഗാർഡൻ. ഇവിടെ ചെടിയുണ്ട്, അവിടെ ചെടിയുണ്ട്. എനിക്ക് എപ്പോഴും പച്ചപ്പ് നിറഞ്ഞിരിക്കണം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ വിഷയത്തിലോട്ട് വരാം. ഇപ്പം നമ്മളെ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം നമ്മൾ ഈ സാധനം എടുത്തിടാൻ. ഓക്കെ, നന്നായിട്ട് പിറക്കി ഇടണം കേട്ടോ. ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അമ്മേ ചൂടാണേ, പറയുന്നിടത്തുള്ള കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മളിതേ അവസാനത്തെ ഇട്ടു. ഇനി ഇളക്കരുത്. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഇരിക്കട്ടെ, അത് വേവട്ടെ. ഇളക്കിയെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിവിടെ നിന്നിട്ട് ഇച്ചിരി നേരം വേണം, ഒരു 2-3 മിനിറ്റ് വെന്തതിന് ശേഷം മാത്രമേ സ്പൂണിട്ട് ഇളക്കാവൂ. അതിന് ശേഷമാണ് നമ്മൾ 1ാം പാൽ ഒഴിക്കുന്നത്. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കിവിടെ ചിക്കനുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ, വരൂ ഗൈസ്. വലിയ ചീനച്ചിട്ടൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ വലിയ ഭയങ്കരമായിട്ടുള്ള ചിക്കൻ, ശകലം ചിക്കനും ഉള്ളു ഗൈസ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ കിഴങ്ങിട്ട് സെറ്റാക്കും. അടുക്കി പിടിച്ചാൽ നോക്കിയതാ കേട്ടോ ഗൈസ്. ഇത് നമ്മളെ എണ്ണ ചൂടായി, അതിലോട്ട് ആവശ്യമുള്ള കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പെടപെടാന്ന് പൊട്ടുന്ന സമയത്ത് നമ്മൾ എന്നാ ചേർത്ത് കൊടുക്കണം? വറ്റല് ദേ കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് എന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്താണ് അതിനുശേഷം എൻ്റെ പൊന്നു ഗൈസ്, ഇതേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇങ്ങോട്ട് അവിടെ ഇരിക്കും അടി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സബോള കിരിക്കിറ്റാന്നരിഞ്ഞത് അതിനകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കും. നിങ്ങൾ വിചാരിക്കും ഇതിനെ 2 കളറാണ്. 2 കളറുണ്ട് ഗൈസ്. ഇതാണ് ഇവിടുത്തെ വെള്ള സബോളയും നമ്മുടെ നാട്ടിലെ സബോളയും. സബോള പെട്ടെന്ന് പഴന്ന് കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോസാണ് ഒന്നുമില്ല, ഉള്ളിത്തരിയ. ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ. ഓക്കെ, നമുക്ക് നന്നായിട്ട് വഴറ്റുക. ഇപ്പം നമുക്കൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി പൊടിഞ്ഞു പോകത്തില്ല. ഉണ്ടോ നമ്മുടെ കോഴിക്കട്ട കുട്ടന്മാരകത്ത് വാങ്ങുന്നത്? കോഴിക്കട്ടയിലുണ്ട് പിടി. എന്നാ ടേസ്റ്റാ, സൂപ്പർ ടേസ്റ്റ്. നോക്ക് ഇനി 1ാം പാല് വരാണ്ടോ? 1/4 പാലും കൂടെ വന്നു കഴിയുമ്പോൾ എന്നായിരിക്കും? നല്ല ടേസ്റ്റ് ഇല്ലേ? 1ാം പാലും കൂടെ അത് സൂപ്പർ ആയിരിക്കും. കൊള്ള തന്നെ, ഞാൻ കൊള്ള കാര്യം പറഞ്ഞ കോമഡി അല്ല പറഞ്ഞ. ഞാൻ ഒരു തവണ ഉണ്ടാക്കിയിട്ടില്ലേ, നല്ല ടേസ്റ്റ് അല്ലായിരുന്നു.
കൊല്ലത്തില നിങ്ങൾ സുലേഖ എടുത്തിട്ട് പോ. സുലേഖ എടുത്ത് കൊല്ലത്ത്. ഹായ് സുലേഖമ്മ. കൊല്ലത്തല്ല സുലേഖ എടുത്ത് പോകാനായിട്ട് ആരാ പറഞ്ഞറിയോ? മോളിക്കുട്ടി പറയുന്നതാണ്. കാരണോ മോളിക്കുട്ടിയുടെ കറി കഴിക്കുമ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പം ഇഷ്ടപ്പെട്ടില്ല, ഇത് കൊള്ളത്തില്ല, സുലേഖാമ്മയുടെ കറിയാ സൂപ്പർ എന്ന് പറയും. അപ്പം മോളിയോ അറിയുന്നതാണ്, നിനക്ക് നീ സുലേഖയുടെ അടുത്ത് പോടാ. അതാണ് സുലേഖാമ്മയുടെ കറി സൂപ്പറാ കേട്ടോ. മോളിയമ്മയുടെ കറി സൂപ്പറാ. അതെ അമ്മായി കൂമ്പിനടിക്കും. നാടൻ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇഷ്ടം പോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് വഴന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇച്ചിരി ശകലം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ. അപ്പോഴാണ് നമ്മൾ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ പിടി ഇവിടെ കോഴി, ഇവിടെ പിടി അവിടെ കോഴി. കോഴിയെ അത് ശരി, കോഴി പുറകെ നിൽക്കുന്നുണ്ടായിരുന്നല്ലേ? വെറും കോഴിയില്ല, കാട്ടുകോഴി. ഇടയ്ക്ക് നമ്മളൊന്ന് ഇടക്കി കൊടുക്കണം, കാരണം അടുക്കി പിടിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കും, കൊതിയാണ് ഗൈസ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ ആണ്, വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ, അല്ലാതെ ഇതിനകത്തൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഓക്കെ, പൊടികളിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് മുളക് പൊടി ഒരു 2-3 ചെറിയ സ്പൂൺ ഇരുന്നോട്ടെ. ശേഷം മല്ലിപ്പൊടി 1 2 3 4 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഓക്കെ, മഞ്ഞൾപ്പൊടി ചേർത്തു. അതിന് ശേഷം ഒരു മിനിറ്റ് നല്ലപോലെ ഇളക്കുക. ഇനി നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയും ഉരുളക്കിഴങ്ങ് ഞാൻ തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് വാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങിന്റെ സത്ത് തൊലിയിലായിരിക്കുന്നു. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തേക്കാം. ഇനി ഓഫ് ചെയ്തേക്കാം. ഇത് ഞാൻ പാകം നോക്കുന്ന കേട്ടോ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ആവി ഇറക്കുന്ന കാണുവാണെങ്കിൽ കറക്റ്റ് പാകമാണ്. ഓക്കെ ഓക്കെ, അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അതിന് അടച്ചു വെക്കാം. ചിക്കൻ്റെ പരിപാടിയാണ്. നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചതച്ച് വെച്ചേക്കുന്ന ഗരം മസാല എന്തൊക്കെ ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ഗരം മസാലയാണ് കേട്ടോ. വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരുംജീരകം, ഇത്ര സാധനമുള്ളൂ കേട്ടോ. ഞാൻ അല്ലാതെ ഗരം മസാലയായിട്ട് വാങ്ങിക്കാറില്ല കടയിൽ നിന്ന്. അപ്പം ഈ സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
പിന്നെ അതിൻ്റെ കൂടത്തിൽ നമ്മളൊരു കാര്യം മറന്നു പോയിരിക്കണം, മെയിൻ സാധനം ഉപ്പ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഓക്കെ, ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേണ്ട നല്ല നാടൻ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. കേട്ടോ, ആഹാ പൊളി സാധനം, നല്ല മണമൊക്കെ വരും. ഞാൻ വീഡിയോയ്ക്ക് മുന്നില്ല പൊളി സാധനം എന്ന് പറഞ്ഞു കേട്ടോ, അതിന് മുന്നേ ഒരു 100 തവണ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാക്കി ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുന്നത് ഗരം മസാല ബാക്കി ഉണ്ടല്ലോ, സ്പെഷ്യൽ ഗരം മസാല എനിക്ക് സ്പെഷ്യൽ ആണ് കേട്ടോ. നല്ല മണം വരുന്നുണ്ടല്ലേ, ആഹാ. ഞാൻ കഴിച്ചു നോക്കാം എന്തായാലും, ഇച്ചിരി ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്ക്. കൊള്ളോ, ടേസ്റ്റ് ഉണ്ടോ? ഇത് മതിയോ? ഡ്രൈ ആയത് ഇത്ര മതിയോ? ഇച്ചിരി ഗ്രേവി ആയിട്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്തേ. അപ്പോൾ പൊന്നു ഗൈസ്, ഞാൻ പാത്രം എടുത്തിട്ടുണ്ട്, ഇതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ കറി, ചിക്കൻ കറി ഇത് ചേർത്തിട്ട്, ആഹാ പൊളി സാധനമാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം വീഡിയോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.